ഏഴ് രാജ്യത്തിന്റെ രാജാക്കന്മാരുടെ മേൽരാജാവായ മഹ്മൂദുൽ അംഫദി റളിയല്ലാഹു അൻഹു ഒരിക്കൽ തോർത്തുമുണ്ടെടുത്തുകൊണ്ട് ശരീരത്തിൽ മുഴുവനും എണ്ണ പുരട്ടിക്കൊണ്ട് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി നടക്കുകയാണ്. അദ്ദേഹം ചൊല്ലുന്നതെന്താണ്? വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ പാരായണം ചെയ്ത് അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു. ആ മധുരമായ ശൈലിയിൽ, മധുരമായ രാഗത്തിൽ, മധുരമായ ഈണത്തിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം തുടർന്നു കൊണ്ടിരിക്കെ ആലിമ്രാൻ സൂറത്തെത്തുകയാണ്. ആലിമ്രാൻ സൂറത്ത് പാരായണം ചെയ്ത് 25-ാമത്തെ ആയത്തും കഴിഞ്ഞ് 26-ാമത്തെ ആയത്തിലേക്ക് അങ്ങ് കടന്നപ്പോൾ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഅ വതൻസിഉൽ മുൽക മിമ്മൻ തശാഅ وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. ഈ ആയത്തങ്ങ് പാരായണം ചെയ്തപ്പോൾ ഹസ്രത്ത് മഹ്മൂദുൽ അംഫദി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, എന്ത് നല്ല സൂക്തമാണ്, എന്ത് നല്ല ആയത്താണ്. അർത്ഥതലങ്ങളിലേക്ക് അദ്ദേഹം കയറി ചെല്ലുകയാണ്. ഏത് രാജ്യത്തിന്റെയും ഏത് രാജാധികാരത്തിന്റെയും അധികാരി, സർവലോകത്തിന്റെയും അധികാരം അള്ളാഹുവിന്റെ അടുക്കലിലാണ്. എല്ലാ അധികാരവും അധികാരത്തിന്റെ അധികാരം ഉൾക്കൊള്ളുന്ന അധികാരിയാണ് അള്ളാഹു. ആർക്ക് അധികാരം നൽകുന്നുവോ അത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രം നൽകുന്നു. അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് ഊരിക്കളയുകയും ചെയ്യുന്നു. എല്ലാ അധികാരത്തിന്റെയും അധികാരി അള്ളാഹുവാണ്. അവൻ ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു ഉന്നതി നൽകുന്നു. അവൻ ഉദ്ദേശിച്ചവരെ അല്ലാഹു നിസ്സാരപ്പെടുത്തുന്നു, നിന്ദ്യരാക്കുന്നു. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ കഴിവും നിന്റെ അടുക്കലാണല്ലോ അല്ലാഹുവേ എന്നർത്ഥം വരുന്ന ഈ ആയത്തിലേക്ക് അങ്ങ് കടന്നു ചെന്നപ്പോൾ ഹസ്രത്ത് മഹ്മൂദുൽ അംഫദി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഈ 7 രാജ്യത്തിന്റെ രാജാക്കന്മാരുടെ മേൽരാജാവായ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കീഴിലാണ് മുഴുവൻ രാജാക്കന്മാര്. എല്ലാ അധികാരങ്ങളും എന്റെ കീഴിലാണ്. ഈ അധികാരത്തെ എടുത്തുയർത്തിക്കളയാൻ അല്ലാഹുവിനിക്കാകുമോ? ഒരു നിമിഷം അദ്ദേഹം ചിന്തിച്ചു പോയി. അപ്പയാണ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് കാതോർത്തു നിൽക്കുന്ന രാജാവിന്റെ കാതിലേക്കൊരു ശബ്ദം. പുറത്തു നിന്നാണ് ശബ്ദം, താഴെ ഭാഗത്ത് നിന്നാണ് ശബ്ദം. കൊട്ടാരത്തിൽ ഒരു പുലി വന്നിരിക്കുന്നു. ആ പുലി ജനങ്ങളൊക്കെ ഭീഷണിയായി മാറിയിരിക്കുന്നു. ഒരാൾ ഓടിക്കയറി വരികയാണ്. കണ്ടതും രാജാവിന് മനസ്സിലായി, മന്ത്രിയാണ് ഓടിക്കതച്ച് വരുന്നത്. എന്താ മന്ത്രി? പ്രഭോ, തായൊരു പുലി വന്നിട്ടുണ്ട്. ജനങ്ങളൊക്കെ ഭീതിയിലാണ്. തോർത്തുമുണ്ടെടുത്തുകൊണ്ട് ശരീരത്തിൽ എണ്ണ പുരട്ടിക്കൊണ്ടിരിക്കുന്ന രാജാവിന്റെ മനസ്സിൽ പെട്ടെന്ന് ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മന്ത്രിമാരും സേനാധിപന്മാരുമുള്ള കൊട്ടാരത്തിൽ ഒരു പുലി വന്നിട്ട് ആ പുലിയെ പിടിക്കാൻ ധൈര്യമില്ലേ ആർക്കും. രാജാവ് പെട്ടെന്ന് ഓടിയങ്ങി ഇറങ്ങി വരികയാണ്. രാജാവിനെ കണ്ടതും പുലി പുറത്തേക്ക് ഒരു ഓട്ടം. ആ ഓട്ടത്തിന്റെ പിന്നിലായി രാജാവും ഓടുകയാണ്. രാജാവിന്റെ ഓട്ടം അതാ കാട്ടിലെത്തിയിരിക്കുകയാണ്. വനം പ്രദേശത്തിലൂടെ ആ പുലി ഓടിക്കയറി ചെല്ലുമ്പോൾ അതിന്റെ തൊട്ട് പിന്നിലായിക്കൊണ്ട് ഹസ്രത്ത് മഹ്മൂദുൽ അംഫദി റളിയല്ലാഹു അൻഹു ഓടുകയാണ്. ഓടി പുലിയെ കാണുന്നില്ല. ചുറ്റുഭാഗവും നോക്കി, പുലി എവിടെ പോയി? പുലിയെ കാണുന്നില്ലല്ലോ. അപ്പയാണ് ഒരു വൃക്ഷം കാണുന്നത്. ക്ഷീണിച്ചവശനായി കൊണ്ടിരിക്കുന്ന മഹ്മൂദുൽ അംഫദി റളിയല്ലാഹു അൻഹു ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയാണ്. നല്ല ക്ഷീണമുണ്ട്, അല്പം ഇവിടെ വിശ്രമിക്കാം. രാജാവ് കരുതുന്നു അവിടെ കിടന്നുറങ്ങുകയാണ്.
അദ്ദേഹം എത്തിയിരിക്കുന്നത് മറ്റൊരു രാജാവിന്റെ അധികാരത്തിലുള്ള രാജ്യത്തിന്റെ അതിർത്തിയിലാണ്. ആ രാജ്യത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് സ്വർണാഭരണങ്ങൾ മോഷണം പോയിരിക്കുന്നു. രാജാവർക്ക് പാരിതോഷികം കൊടുത്തു പട്ടാളക്കാരെ വിളിച്ചിട്ട് അത് കൊണ്ടുവരുന്നവനെ കള്ളനെ പിടിക്കുന്നവർക്ക് ഇത്ര ധനം നാം നൽകാം. പട്ടാളക്കാര് നാലുഭാഗത്തേക്കും ചിതറി ഓടിയിരിക്കുകയാണ്. ഓടി ഓടി വരുമ്പോഴാണ് സ്വർണാഭരണം മോഷണം പോയ ആ സ്വർണങ്ങൾ മുഴുവനും ഒരു കാട്ടിൽ വെച്ചുകൊണ്ട് കാണുകയാണ്. ആ സ്വർണം വാരിയങ്ങെടുത്തു. എവിടെയാണ് കള്ളൻ? ചുറ്റുഭാഗവും നോക്കുമ്പോഴാണ് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരാൾ തോർത്തുമുണ്ടെടുത്തുകൊണ്ട് ശരീരത്തിൽ എണ്ണ പുരട്ടിക്കൊണ്ട് ഒരാൾ കിടക്കുന്നു. പട്ടാളക്കാര് വരികയാണ്, പിടിക്കുകയാണ്. അയാള് പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ്. കൊടുത്തു, പിടിച്ചു. അവരെ പിടിച്ചുകൊണ്ട് കൈ കാമം വിട്ടുകൊണ്ട് പിടിച്ചു വലിച്ചുകൊണ്ട് വരികയാണ്. വിചാരണ ചെയ്യുകയാണ്. കട്ടവന്റെ കൈ മുറിക്കണമെന്നാണല്ലോ നബി വചനം. ഉത്തരവിടുകയാണ്. കട്ടവന്റെ കൈ മുറിച്ചു മാറ്റുകയാണ്. ബഹുമാനപ്പെട്ട മഹ്മൂദുൽ അംഫദി റളിയല്ലാഹു അൻഹുവിന്റെ വലതുകരം ഛേദിക്കപ്പെട്ടു പോയി. തടവറയിലേക്ക് കൊണ്ടുപോവുകയാണ്. ജയിലിനുള്ളിലേക്ക് തള്ളുകയാണ്. ബഹുമാനപ്പെട്ട മഹ്മൂദുൽ അംഫദി ചിന്തിച്ചു, അള്ളാഹുവിന്റെ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആയത്തിൽ സംശയിച്ചതിന്റെ പരിണിത ഫലമാണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അനുഭവിക്കുക തന്നെ അല്ലാതെന്ത് ചെയ്യാൻ? വിശുദ്ധ ഖുർആനിൽ സംശയിക്കുകയോ? ദിവസങ്ങൾ കഴിഞ്ഞു. ആ രാജ്യത്തിന്റെ രാജാവിനൊരു മകളുണ്ട്, സുന്ദരിയായ മകൾ. ആ മകളെ ഒരു ഹാഫിളത്തായിക്കൊണ്ട് വളർത്തണമെന്ന് രാജാവിന് വല്ലാത്ത ആഗ്രഹമാണ്. ഹാഫിളായിക്കൊണ്ട് വളർത്തണം. ഖുർആന് മനപ്പാടമുള്ള 7 രാജ്യത്തിന്റെ രാജാവിന്റെ മേൽരാജാവായ മഹ്മൂദുൽ അംഫദിയെ കൊണ്ട് എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കണം. ആ രാജാവിന്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ രാജാവ് എന്ത് ചെയ്തു? ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി രാജകുമാരിക്ക് ഖുർആന് മനപ്പാടമാക്കാൻ ക്ലാസ് എടുത്തു കൊടുക്കണം. ഉസ്താദ് വരികയാണ്, രാജകുമാരിക്ക് ക്ലാസ് എടുക്കുകയാണ്. ദിവസങ്ങളോളം ക്ലാസ് എടുത്തു. ഒരിക്കൽ രാജകുമാരിയുടെ അരികിലേക്ക് ഉസ്താദ് വരുമ്പോൾ കൊട്ടാരത്തിന്റെ ജയിലറയുടെ ഭാഗത്തിലൂടെയാണ് കടന്നു വരുന്നത്. ആ സമയത്ത് വിശുദ്ധ ഖുർആൻ പാരായണം കേട്ടു. ഏതോ ഒരു കള്ളനാണ് പാരായണം ചെയ്യുന്നത്. ആ ഉസ്താദ് ചിന്തിച്ചു, കള്ളൻ ഖുർആൻ മനപ്പാടമുള്ള ഒരു കള്ളനുണ്ടാകുമോ? ഖുർആൻ മനപ്പാടമുള്ള ഒരാൾ കള്ളനാകുമോ? അയാൾ ഒരുപാട് സമയം ചിന്തിച്ചു. നല്ല ഈണത്തിലും രാഗത്തിലും ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു കള്ളൻ കൊട്ടാരത്തിന്റെ തടവറയിൽ കുള്ളിൽ വെച്ചുകൊണ്ട് ഉസ്താദ് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് വന്നു. രാജകുമാരി ചോദിച്ചു, ഉസ്താദേ, നിങ്ങൾ എന്താണ് നേരം വൈകാൻ കാരണം? ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു, മോളെ, ഞാൻ ഇന്ന് വരുമ്പോൾ കൊട്ടാരത്തിന്റെ തടവറയുടെ അരികിലൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് സുന്ദരമായ ഈണത്തിലും രാഗത്തിലും വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഞാൻ കേൾക്കാനിടയായി. അത് കേട്ടതും ഞാൻ അവിടെ നിന്നുപോയതാണ്. രാജകുമാരി ചോദിച്ചു, നല്ല ഈണവും രാഗവുമാണോ? അതേ, നല്ല ശൈലിയിലാണ് ഖുർആനിന്റെ പാരായണം. ഇത് കേട്ടപ്പോൾ രാജകുമാരി പറഞ്ഞു, എന്നാൽ നാളെ മുതൽ എനിക്ക് ക്ലാസ് എടുക്കാൻ അദ്ദേഹം വരട്ടെ. രാജകുമാരി ഉപ്പയുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഉപ്പ, എനിക്ക് ക്ലാസ് എടുക്കാൻ ഖുർആൻ വചനങ്ങള് മധുരമായ ശൈലിയിൽ പാരായണം ചെയ്യുന്ന ഒരാള് കൊട്ടാരത്തിന്റെ തടവറക്കുള്ളിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നാളെ മുതൽ എനിക്ക് ക്ലാസ് എടുക്കട്ടെ. രാജാവ് പറഞ്ഞു, പൊന്നുമോളെ, ഖുർആൻ മനപ്പാടമുള്ള ഒരാള് കള്ളനാകുമോ? കള്ളന് ഖുർആൻ മനപ്പാടമാക്കാൻ കഴിയുമോ? രാജകുമാരി പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല. അയാൾ എനിക്ക് ക്ലാസ് എടുക്കട്ടെ. രാജകുമാരിയുടെ ആഗ്രഹമല്ലേ? രാജാവ് സമ്മതിക്കുന്നു. മന്ത്രിയെ വിളിക്കുന്നു. മന്ത്രി കൊട്ടാരത്തിന്റെ തടവറക്കുള്ളിൽ താമസിക്കുന്ന ഖുർആൻ മനപ്പാടമുള്ള ഒരു കള്ളനുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലും നാളെ മുതൽ രാജകുമാരിക്ക് അദ്ദേഹം ക്ലാസ് എടുക്കട്ടെ. മന്ത്രി ചെല്ലുന്നു. അവിടുന്ന് കള്ളനെ പിടിച്ചുകൊണ്ടുവരികയാണ്. എന്നിട്ട് ഖുർആനിന്റെ മധുരമായ ശൈലിയിൽ ക്ലാസ് എടുത്തു കൊടുക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോൾ ദിവസവും വന്ന് ക്ലാസ് എടുക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും തടവറക്കുള്ളിലേക്ക് ചൊല്ലും. എല്ലാ ദിവസവും വരികയാണ്, പോവുകയാണ്.
ഒരു ദിവസം മഹ്മൂദുൽ അംഫദി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആലിംറാൻ സൂറത്തിന്റെ 25 ആയത്ത് കഴിഞ്ഞ് 26-ാമത്തെ ആയത്തിലേക്ക് അങ്ങ് കടക്കുകയാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഹ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. ഈ ആയത്തങ്ങെത്തിയപ്പോൾ അദ്ദേഹം ഒരു നിമിഷം മിണ്ടാതെ നിൽക്കുകയാണ്. വീണ്ടും ഈ ആയത്തങ്ങ് ഓതിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. രാജകുമാരി ചോദിച്ചു, എന്തിനാണ് ഉസ്താദേ അങ്ങ് കരയുന്നത്? പെട്ടെന്ന് മഹ്മൂദുൽ അംഫദി പറഞ്ഞു പോയി, ഒന്നുമില്ല മോളെ. രാജകുമാരി പറഞ്ഞു, എന്തായാലും എന്നോട് പറ. നീ ആരോടും പറയില്ലെങ്കിൽ ഞാൻ എന്നോട് പറയാം. മഹ്മൂദുൽ അംഫദി പറയുകയാണ്, മോളെ നീ കേട്ടിട്ടുണ്ടോ ഹസ്രത്ത് മഹ്മൂദുൽ അംഫദി എന്ന രാജാവിനെ കുറിച്ച്? രാജകുമാരി പറഞ്ഞു, ഉസ്താദേ ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഉപ്പയെപ്പോലോത്ത 7 രാജാക്കന്മാരുടെ മേൽരാജാവായ മഹ്മൂദുൽ അംഫദി എന്ന രാജാവിനെ കുറിച്ച്. ആ രാജാവ് സുന്ദരനും സുമുഖനുമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഖുർആൻ മനപ്പാടമുള്ള ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചെറുപ്പക്കാരനായ ആ രാജാവിനെ എല്ലാവർക്കും ഭയമാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും മാതൃകയോടെ ജീവിക്കുന്ന രാജാവാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആ രാജാവിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാനാണ് എന്റെ ഉപ്പ കരുതുന്നത്. ഇത് മുഴുവനും ഈ മഹ്മൂദുൽ അംഫദിയോട് പറഞ്ഞപ്പോൾ മഹ്മൂദുൽ അംഫദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മോളെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ ഒരാളോടും അത് പറയാൻ പാടുള്ളതല്ല. രാജകുമാരി സമ്മതിക്കുകയാണ്. എന്നാൽ പൊന്നുമോളെ, നീ പറഞ്ഞ മഹ്മൂദുൽ അംഫദി എന്ന രാജാവുണ്ടല്ലോ, ആ രാജാവ് ഞാനാണ് മോളെ. രാജകുമാരി ആകെ അമ്പരന്നു പോയി. നിങ്ങളാണോ? നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്താനുള്ള കാരണം? ഹസ്രത്ത് മഹ്മൂദുൽ അംഫദി കാര്യങ്ങൾ മുഴുവനും വിവരിച്ചു കൊടുക്കുകയാണ്. ഈ കഥകളെല്ലാം പറഞ്ഞപ്പോൾ രാജകുമാരി അമ്പരന്നു പോയി. ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞു പോവുകയാണ്. ഹസ്രത്ത് മഹ്മൂദുൽ അംഫദിയെ കൊണ്ട് എന്റെ മോളെ കല്യാണം കഴിപ്പിച്ചു വിടണം. ഒരിക്കൽ രാജകുമാരി വന്നുകൊണ്ട് രാജകുമാരി ഉപ്പയുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഉപ്പാ, എനിക്ക് വിവാഹം അങ്ങാലോചിക്കുന്നത് ഹസ്രത്ത് മഹ്മൂദുൽ അംഫദിയെ കൊണ്ടല്ലേ, എന്നാൽ എനിക്കൊരാളോട് ഇഷ്ടമാണ്. മോളെ, നിനക്ക് ആരോടാണ് ഇഷ്ടം? നിന്നെ ഖുർആൻ മനപ്പാടമാക്കിയിട്ട് ഹാഫിളായ എന്നെ പോലത്തെ 7 രാജ്യത്തിന്റെ രാജാക്കന്മാരുടെ രാജാവായ ഹസ്രത്ത് മഹ്മൂദുൽ അംഫദിയെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാൻ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ മോളെ? മൂപ്പാ, എനിക്ക് അദ്ദേഹം ഒന്നുമല്ല ആഗ്രഹം. എനിക്കാഗ്രഹം എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്ന എന്റെ ഉസ്താദായ ഒരാളില്ലേ കൊട്ടാരത്തിൽ തടവറക്കുള്ളില്, അയാളെ മതി എനിക്ക്. ആ കള്ളനെയോ? അയാള് കള്ളനൊന്നുമല്ല ഉപ്പാ. രാജകുമാരിയുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് രാജാവ് കല്യാണത്തിന് സമ്മതിക്കുകയാണ്. രാജാവ് ചിന്തിച്ചു, ഞാൻ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന മഹ്മൂദുൽ അംഫദിയെ എന്റെ മരുമകനായി എനിക്ക് കിട്ടിയില്ല, നിർഭാഗ്യം. എന്നാലും അദ്ദേഹത്തെ വിവരമെങ്കിലും ഒന്ന് പറയണ്ടേ? ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സന്ദേശം കൊണ്ടുപോയിക്കൊണ്ട് മഹ്മൂദുൽ അംഫദിക്ക് കൊണ്ടുപോയി കൊടുക്കുക. എന്റെ മകളുടെ കല്യാണത്തിന് ക്ഷണിക്കുന്ന ഒരു കത്താണിത്. അല്ലയോ രാജാവേ, എന്റെ മകളുടെ കല്യാണം ഇന്ന ഡേറ്റിന് തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളും കുടുംബസമേതം കൊട്ടാരത്തിലേക്ക് എത്തണേ എന്ന കത്ത്. ഈ കത്തുമായി കൊണ്ടൊരാള് പുറപ്പെടുന്നു. മഹ്മൂദുൽ അംഫദിയുടെ കൊട്ടാരത്തിന്റെ അരികിലെത്തുകയാണ്. അവിടുന്ന് ഒരു വയസ്സായൊരു ഉമ്മാമ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഈ കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മഹ്മൂദുൽ അംഫദിക്ക് കൊടുക്കാനുള്ള കത്താണ്.
ആ ഉമ്മ പറഞ്ഞു, മേനെ, എന്റെ മകൻ ഈ നാട് വിട്ടു പോയിട്ട് കുറെ കാലങ്ങളായി, രാജാവിനെ കാണുന്നില്ല. എന്റെ പൊന്നുമോനെ കാണാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. എവിടെ പോയതാണെന്നറിയില്ല. ഈ നാട് തീർത്തും അനാഥമായി കിടക്കുകയാണ്. എങ്ങോട്ടൊന്നില്ലാതെ പുറപ്പെട്ടിരിക്കുന്നു. ഒരു ദിവസം പുലിയെ പിടിക്കാനെന്നും പറഞ്ഞുകൊണ്ട് പോയതാണ്. പിന്നീട് തിരികെ വന്നിട്ടില്ല. ഉമ്മ പറഞ്ഞ ആ സന്ദേശം തിരിച്ച് രാജാവിന്റെ അരികിലേക്ക് ഇയാള് കൈമാറുകയാണ്. ഏതായാലും രാജകുമാരിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. ഇതാ കള്ളനെ വിവരമറിയിക്കണ്ടേ. ഒരാൾ എണീറ്റ് നിന്നുകൊണ്ട് രാജാവിനോട് ചോദിക്കുന്നു. സമ്മതിക്കുന്നു. 2-3 പേര് ആ കൊട്ടാരത്തിന്റെ തടവറക്കുള്ളിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നു. ഇന്നാലിന്ന ഡേറ്റിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ കല്യാണമോ? എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട, രാജാവിന്റെ കൽപ്പനയാണ്. രാജകുമാരിക്ക് അങ്ങയോട് സ്നേഹമാണ്. മഹ്മൂദുൽ അൻഫദി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്തയിൽ ഏർപ്പെടുകയാണ്. ചിന്താവിഷ്ടനായി. കല്യാണം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് പല പല രാജാക്കന്മാരും വന്നു തുടങ്ങി, പ്രഭുക്കന്മാര് വന്നു തുടങ്ങി. വിവിധ രാജ്യങ്ങളിലുള്ള കൊട്ടാരത്തിന്റെ രാജാക്കന്മാര്, പ്രഭുക്കന്മാര്, രാജകുമാരന്മാര് ഒഴുകുകയാണ് കൊട്ടാരത്തിലേക്ക്. എല്ലാവരും പോയിട്ട് ഒറ്റക്കയ്യനായ തന്റെ പുതുമാരനെ, തന്റെ മരുമകനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം. രാജാവിന് വല്ലാത്ത വിഷമം. ഈ രാജാക്കന്മാരുടെ മുന്നിലേക്ക് ഒരു കള്ളനായ ഒരാളെ കൊണ്ടുവരികയോ. തലേ ദിവസം കുറെ ഡ്രസ്സുകളൊക്കെ കൊടുത്തയച്ചു കൊട്ടാരത്തിന്റെ തടവറക്കുള്ളിലേക്ക്. അന്ന് ഡ്രസ്സുകളൊക്കെ വാങ്ങി വെച്ചുകൊണ്ട് അദ്ദേഹം ഉറക്കെ കരയുകയാണ്. സുജൂദിൽ വീണുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവേ, ഞാൻ ഈ കൊട്ടാരത്തിന്റെ തടവറക്കുള്ളിൽ ഒരു കള്ളനായിക്കൊണ്ട് താമസിക്കുകയാണ്. ഞാൻ നാളെ രാജകുമാരിയെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഒറ്റക്കയ്യനായിക്കൊണ്ട് പോകുന്നതിനേക്കാൾ എനിക്ക് നല്ലത് മരണമാണ്. ഒന്നുകിൽ ഈ തടവറക്കുള്ളിൽ വെച്ചുകൊണ്ട് എന്നെ അസ്രാഹീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് റൂഹ് പിടിപ്പിക്കണേ, അല്ലെങ്കിൽ എനിക്ക് കൈമടക്കി തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് സുജൂദിൽ വീണ് കിടക്കുകയാണ്. അന്നത്തെ രാത്രി അദ്ദേഹം നിദ്രയിലാണ്. ആ സമയത്താണ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വരുന്നു. മോനെ, നിനക്ക് എന്താണ് ആവശ്യമുള്ളത്? നീ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് വ്യാകുലപ്പെടുന്നത്? പ്രവാചകരെ, ഈ കയ്യില്ലാത്ത ഞാൻ നാളെ രാജാക്കന്മാരുടെ മുന്നിലേക്ക് ചെല്ലണ്ടേ, പല പ്രഭുക്കന്മാരുടെയും മുന്നിലേക്ക് ചെല്ലണ്ടേ. അവസാനം ഞാൻ ഹസ്രത്ത് മഹ്മൂദുൽ അൻഫദിയാണെന്ന് പറഞ്ഞാൽ ഒരു കള്ളനായിരുന്ന രാജാവാണോ എന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു പോയേക്കാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹ്മൂദുൽ അൻഫദിയുടെ കൈയൊന്ന് തടവുകയാണ്. പെട്ടെന്ന് ആ കൈ വരുന്നു. ഹബീബായ റസൂലുള്ളാഹി തങ്ങള് സ്വപ്നത്തിൽ വന്നുകൊണ്ട് മഹ്മൂദുൽ അൻഫദിക്ക് കൈ തിരിച്ചു കൊടുക്കുകയാണ്. പിറ്റേ ദിവസം രാജകുമാരന്മാര്, പ്രഭുക്കന്മാര് കൊട്ടാരത്തിൽ നിറഞ്ഞു കവിഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് പുതുമാരനെ സ്വീകരിക്കാൻ കുറച്ചാളുകള് കൊട്ടാരത്തിന്റെ തടവറക്കുള്ളിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്നുകൊണ്ട് പുതുമാരനെ കൂട്ടിക്കൊണ്ട് വരണ്ടേ. ചെന്നതും അവരെന്താ അമ്പരന്നു പോയി. കൈയില്ലാത്ത ആൾക്ക് കൈ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അത്ഭുതപ്പെട്ടുകൊണ്ട് അവര് തിരിച്ചോടുകയാണ് കൊട്ടാരത്തിലേക്ക്. രാജാവേ, പ്രഭോ, നമ്മൾ തടവറയിൽ അകപ്പെടുത്തിയിരിക്കുന്ന കള്ളനുണ്ടല്ലോ, കൈ മുറിച്ചു മാറ്റിയിരിക്കുന്ന കള്ളനുണ്ടല്ലോ, ആ കള്ളന് കൈയില്ലാത്ത അവസ്ഥയിലായിരുന്നല്ലേ ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. ഇന്ന് അദ്ദേഹത്തിന് കൈയുണ്ട് പ്രഭോ. കേട്ടതും രാജാവ് ഒരു ഓട്ടം. കൊട്ടാരത്തിൽ നിന്ന് ഓടിച്ചെന്നുകൊണ്ട് തടവറക്കുള്ളിലേക്ക് നോക്കിയതും പെട്ടെന്നൊരു മിന്നലാട്ടം. രാജാവ് ചെന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെയാണോ കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാരത്തിൽ തടവറയിലാക്കിയിരിക്കുന്നത്? ഹസ്രത്ത് മഹ്മൂദുൽ അൻഫദിയാണെന്ന് രാജാവിനെ മനസ്സിലാകുന്നു. കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പാക്കണേ.
രണ്ടുപേരും കൂടി ആലിംഗനം ചെയ്യുന്നു. കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. വമ്പിച്ച സ്വീകരണം നൽകുന്നു. രാജകുമാരിയെ വിവാഹം ചെയ്യുകയാണ്. അങ്ങനെ അവർ തിരിച്ചു നാട്ടിലേക്ക് മടങ്ങുകയാണ്.